നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു സമയത്ത് ഇന്ത്യയിൽ റെയിൽവേ പാളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അട്ടിമറിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന റെയിൽ പാളങ്ങളെല്ലാം കടന്നു പോകുന്ന വഴിയിൽ ഈ പോസ്റ്റ്, അതുപോലെ സൈക്കിൾ, ഗ്യാസ് സിലിണ്ടർ പോലുള്ള വളരെ വലിയ രീതിയിലുള്ള പാറക്കല്ലുകൾ തുടങ്ങിയവ കൊണ്ടിട്ട് വലിയ രീതിയിൽ ഒരു അട്ടിമറി ശ്രമമായിരുന്നു കഴിഞ്ഞ കുറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറവാണെങ്കിലും വന്ദേഭാരത് വന്ന സമയത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വന്ദേഭാരതിന് നേരെ കല്ലെറിയുന്ന സംഭവങ്ങൾ ഒരുപാട് നമ്മുടെ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റെയിൽവേ പാളങ്ങളിലൂടെയുള്ള അട്ടിമറി ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അത്ര കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പക്ഷേ ഇപ്പോഴിതാ കേരളത്തിലെ റെയിൽവേയും ഞെട്ടിച്ചുകൊണ്ട് കുണ്ടറയിൽ, കൊല്ലത്ത് റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചതും വലിയ രീതിയിൽ ഇപ്പോൾ ഞെട്ടലുണ്ടാക്കി. പുലർച്ചെ 2 മണിയോടെയാണ് ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. വലിയൊരു അപകടമാണ് കേരളത്തിൽ സംഭവിക്കാനിരുന്നത്. അതാണിപ്പോൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് ഏഴുകോണം പോലീസ് എത്തി പോസ്റ്റ് നീക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസും പുനലൂർ റെയിൽവേ അധികൃതരും അന്വേഷണം നടത്തിവരികയാണ്. കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും സംഭവം റെയിൽവേ ഗൗരവത്തിലെടുക്കും. പുനലൂർ റെയിൽവേ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ട്രെയിൻ അട്ടിമറി ശ്രമമാണോ നടന്നത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കേന്ദ്ര ഏജൻസികളും സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തും. കേന്ദ്ര ഇന്റലിജൻസ് വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 1:30 മണിയോടെയാണ് സംഭവത്തിൽ പോസ്റ്റ് റെയിൽവേ പാളത്തിൽ ആദ്യം കണ്ടെത്തുന്നത്. സമീപത്തുള്ള ഒരാൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഏഴുകോണം പോലീസ് സ്ഥലത്തെത്തി ഈ പോസ്റ്റ് മാറ്റിയിട്ടു. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം റെയിൽവേ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ വീണ്ടും പോസ്റ്റ് അവിടെ കണ്ടെത്തുകയായിരുന്നു. ഇതാണ് അട്ടിമറി ശ്രമത്തിലേക്കുള്ള സംശയം വർദ്ധിപ്പിക്കുന്നത്. ആരാണ് ആ നേരത്തെ അവിടെ ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ടത് എന്നുള്ളത് ഇതുവരെയായിട്ട് ഒരു വ്യക്തത വന്നിട്ടില്ല. പാലരുവി എക്സ്പ്രസ് അടക്കം കടന്നു പോകുന്ന സമയത്താണ് ഈ ഒരു പോസ്റ്റ് കണ്ടെത്തുന്നത്. അതായത് വലിയൊരു അപകടം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു സംഘം അവിടെ പോസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത്. പക്ഷെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ട്രെയിൻ എത്തുന്നതിന് മുൻപേ പോസ്റ്റ് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നും റെയിൽവേ പോലീസ് വ്യക്തമാക്കുകയായിരുന്നു. ഇതിനിടെ സമീപത്ത് ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യം കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് കൊണ്ടിടുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ഇതിൽ ആളെ തിരിച്ചറിയാൻ കഴിയുമോ എന്നും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് അർദ്ധരാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. സാമൂഹിക വിരുദ്ധരുടെ പ്രവൃത്തിയാകാമെന്നാണ് ഏഴുകോണം പോലീസ് പറയുന്നത്. എന്നിരുന്നാലും മറ്റുള്ള തീവ്രവാദികളുടെ അവരായിരിക്കുമോ എന്നുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. രാവിലെ 3:30 എത്തുന്ന പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണ് എന്ന സംശയത്തിൽ പോലീസും റെയിൽവേ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ദീർഘകാലമായി റോഡിന് സമീപം വെച്ചിരുന്ന പഴയൊരു പോസ്റ്റ് ഇവിടെ കൊണ്ടിടുകയായിരുന്നു. സംഭവത്തിൽ 1-ലധികം പേർക്ക് പങ്കുണ്ടെന്നാണ് സൂചന. കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ ഒരു കൂറ്റൻ ടെലിഫോൺ പോസ്റ്റ് ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന് ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരാളോ 2 ആളോ 3 ആളോ വിചാരിച്ചാൽ മാത്രമാണ് ഇത്രയും ഭാരമുള്ള ഈ ഒരു പോസ്റ്റ് ഇവിടെ കൊണ്ടുവരാനും അതുപോലെ തന്നെ നീക്കി കൊണ്ടുവരാനും എല്ലാം തന്നെ സാധിക്കുകയുള്ളൂ. വർഷങ്ങളായി റോഡിനടുത്ത് ചാരി വെച്ചിരിക്കുന്ന പോസ്റ്റാണിത്. എന്തായാലും 4 പേരെങ്കിലും ഇതിന് പിന്നിൽ കാണാനുള്ള സാധ്യതയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ്. ആദ്യം വെച്ച ശേഷം പോലീസ് ഇത് മാറ്റി. പോലീസ് പോയതിനു ശേഷം രണ്ടാമത് ഇത് വീണ്ടും വെച്ചിരിക്കുകയാണ്. അതായത് ആ ഒരു സംഘം ആ ഒരു സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ടാവണം. അതുകൊണ്ടാണ് പോസ്റ്റ് മാറ്റി വെച്ച ശേഷം വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ആ പോസ്റ്റ് റെയിൽവേ പാളത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. തുടർന്ന് പോലീസ് വീണ്ടും എത്തി മാറ്റുകയായിരുന്നു. ദൂരെ നിന്ന് വന്നവരാണ് ഈ ഒരു സംഭവം കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം നടക്കുമ്പോൾ നമുക്കും ഞെട്ടലുണ്ടാക്കുകയാണ്. കാരണം നിരവധി ആളുകളാണ് ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ റെയിൽവേ മാർഗം യാത്ര ചെയ്യുന്നത്. വലിയൊരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് അത് ഒരാൾ കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഒഴിവായി പോയത്. തിരുവനന്തപുരത്തേക്ക് മുൻപ് സൈനികരെയും ആയുധങ്ങളെയും കൊണ്ടുപോകുകയായിരുന്ന പ്രത്യേക ട്രെയിൻ കടന്നു പോകുന്ന പാതയിലും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം നമ്മളേറെ ഞെട്ടലോടെയാണ് കേട്ടത്. സംഭവത്തിൽ അന്ന് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. കരസേനയടക്കം മധ്യപ്രദേശിലെ രത്ലാം ജില്ലയിലെ റെയിൽവേ ട്രാക്കിലാണ് അന്ന് സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നത്. സംഭവത്തിന് പിന്നിൽ അട്ടിമറി ശ്രമമാണോ എന്നും കരസേന അന്വേഷണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 18-നാണ് സൈനികർ യാത്ര ചെയ്തിരുന്ന പ്രത്യേക ട്രെയിൻ കടന്നു പോകവെ ട്രാക്കിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ട്രെയിൻ കടന്നു
കടന്നുപോയപ്പോൾ പടക്കങ്ങൾക്ക് സമാനമായ സ്ഫോടക വസ്തുക്കൾ പൊട്ടി. ആദ്യ സ്ഫോടനം കേട്ടപ്പോൾ തന്നെ ലോക്കോ പൈലറ്റ് ബ്രേക്ക് ഇട്ട് ട്രെയിൻ നിർത്തി. തുടർന്ന് ട്രെയിൻ സഖ്വാത്ത സ്റ്റേഷനിൽ അരമണിക്കൂറോളം നിർത്തിയിടുകയും ട്രാക്കും പരിസര പ്രദേശങ്ങളും വിശദമായി പരിശോധിക്കുകയും ചെയ്തു. സബ്ഖാത്ത ഡോൺ ഗർഗാവ് സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ 10 മീറ്ററിനിടയിലാണ് ഇത്തരത്തിൽ 10 സ്ഫോടക വസ്തുക്കൾ പരിശോധനയിൽ കണ്ടെത്തിയെന്ന് അന്ന് സെൻട്രൽ റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചത്. അതീവ ഗൗരവത്തോടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാണുന്നത്. NIA, കരസേന, ഭീകരവിരുദ്ധ സ്ക്വാഡ് തുടങ്ങിയവരെല്ലാം തന്നെ സംഭവസ്ഥലം വിശദമായി പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ വർഷം ഇത്തരത്തിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മദ്യലഹരിയിലാണ് അന്ന് കസ്റ്റഡിയിലുള്ള വ്യക്തി അന്ന് സ്ഫോടക വസ്തുക്കൾ വെച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിരുന്ന സൂചന. എന്നാൽ ഇക്കാര്യം പോലീസോ മറ്റ് ഏജൻസികളോ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല, സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ സിഗ്നൽ മാൻ, ട്രാക്ക്മാൻ എന്നിവർ ഉൾപ്പെടെയുള്ള റെയിൽവേ ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നും കരസേന ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറെ അവസാന മാസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരുപാട് തീവണ്ടി അട്ടിമറി ശ്രമങ്ങളാണ് നടന്നത്. ഈ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതിൽ കൂടുതലും ഉത്തർപ്രദേശിൽ നിന്നാണ്. ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇന്ത്യൻ റെയിൽവേയും അന്വേഷണ ഏജൻസികളും അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അജ്മീറിലും ഇത്തരത്തിൽ 1 ക്വിന്റൽ ഭാരമുള്ള സിമന്റ് കട്ടകളാണ് റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയിരുന്നത്. എന്നാൽ കട്ടകൾ പൊട്ടി ട്രാക്കിൽ അടർന്നു വീണതിനാൽ തീവണ്ടി അപകടം ഒഴിവായി. ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ചും ആശങ്ക ഉയർത്തുന്നുണ്ട്. ഓഗസ്റ്റ് 1-ന് ഗുൽസാർ ഷെയ്ഖ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ സൈക്കിളുകൾ, സോപ്പുകൾ, കല്ലുകൾ, സിലിണ്ടറുകൾ എന്നിവയുൾപ്പെടെ വിവിധ റെയിൽവേ ട്രാക്കുകളിൽ സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് 1000-ഓളം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കിയതിനും ഈ പറയുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓഗസ്റ്റ് 20-ന് അലിഗഡ് റെയിൽവേ പോലീസ് റെയിൽവേ ട്രാക്കിൽ അലോയ് വീൽ സ്ഥാപിച്ചതിനും അഫ്സാൻ എന്ന യുവാവിനെതിരെ കേസെടുത്തിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് ഭീകരനായ ഫർഹത്തുള്ള ഗോരിയുടെ വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത്തരം ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിച്ചത്. ഡൽഹിയിലും മുംബൈയിലും മറ്റു ഇന്ത്യൻ നഗരങ്ങളിലും ട്രെയിൻ അപകടമുണ്ടാക്കാൻ തന്റെ അനുയായികളെ പ്രേരിപ്പിക്കുന്ന വീഡിയോയായിരുന്നു അന്ന് ഫർഹത്തുള്ള പങ്കുവച്ചത്. ഇതിന് പിന്നാലെയാണ് നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും പല സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിലും ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് യാത്രക്കാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഇത് വലിയ രീതിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെയും അതുപോലെ തന്നെ കേരളത്തിലുള്ളവരെയും ആശങ്ക ഉയർത്തുന്നതാണ്. ഏതായാലും ഇതിന് പിന്നിൽ ആരാണ് ഒരു CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.